മഹാഗുരു ശരണം. ഇന്ന് ഏപ്രിൽ 11 വെള്ളിയാഴ്ച. എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഒരു ഭാഗ്യദ ലക്ഷ്മി ബാരമ്മ നമ്മമ്മ നീസൗ. ഭാഗ്യദ ലക്ഷ്മി ബാരമ്മ എന്ന് പറഞ്ഞ കന്നഡ ഒരു ലക്ഷ്മിയുടെ ഒരു ഭജനയുണ്ട്. അതിൽ ശുക്രവാരത പൂജയോ ഹൊളകെ എന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച പൂജയുടെ ഇമ്പോർട്ടൻസ് അതിൽ പറയുന്നുണ്ട്. വെള്ളിയാഴ്ച പല ഇതിനും സാമ്പത്തിക ഇതിന് പ്രാധാന്യമുള്ള ദിവസമാണ്. നമ്മുടെ അറേബ്യൻ കൺട്രീസ് വെള്ളിയാഴ്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതുമായിട്ട് കൂട്ടി വായിക്കുക കേട്ടോ. എനർജി വർക്ക് ചെയ്യുന്നത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. എനർജിക്ക് ജാതി മത ദേശകാല ഭേദങ്ങളില്ല, അത് മനസ്സിലാക്കുക. പിന്നെ വേറെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ദശാസന്ധിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഈ ദശാസന്ധി, ഒന്ന് ജാതകത്തിൽ ദശാസന്ധി, രണ്ട് വിവാഹ ചേർച്ചയിൽ ദശാസന്ധി. അപ്പോൾ എൻ്റെ അറിവ് ഞാൻ പറയാം. കറക്റ്റ് ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ പ്രൊഫഷണൽ ആസ്ട്രോളജേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പം ജാതകത്തിലെ ദശാസന്ധി എന്ന് പറയുന്നത് ഒരു ദശ മാറിയിട്ട് വേറൊരു ദശ വരുന്നതാണ്. ഇപ്പോൾ അശ്വതി മകം മൂലം ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരാണെങ്കിൽ അവർക്ക് ദശ തുടങ്ങുന്നത് കേതുർദശയാണ്. അത് മാക്സിമം 7 വർഷം കിട്ടും. ആ കേതുർദശ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശുക്രദശ തുടങ്ങും. അപ്പോൾ അതൊരു ദശാസന്ധിയാണ്. അപ്പോൾ ആ ദശാസന്ധി സമയത്ത് ഒരു ദശ മാറി വേറൊരു ദശ വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ എനർജീസ് വ്യത്യാസമുണ്ട്. ഈ ആദിത്യ ദശയുടെയും ശുക്രൻ്റെ ആയിട്ട് എനർജീസ് വ്യത്യാസമുണ്ട്. ഈ എനർജീസ് ആ ഗ്രഹങ്ങളുടെ എനർജീസാണ് നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ദശാസന്ധി കാലത്ത് എന്തെങ്കിലും ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ പറയും കേട്ടോ. അതാണ് ഇതിൻ്റെ ദശാസന്ധി എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ഇപ്പോൾ അശ്വതി മകം മൂലം കേതു, ഭരണി പൂരം പൂരാടം ശുക്രൻ, കാർത്തിക ഉത്രാടം ആദിത്യൻ, രോഹിണി അത്തം തിരുവോണം ചന്ദ്രൻ, മകയിരം ചിത്തിര അവിട്ടം കുജൻ, തിരുവാതിര ചോതിച്ചതയം അത് രാഹു, പുണർദ വിശാഖം പൂരോരട്ടാതി അത് വ്യാഴം, പൂയ അനിഴം ഉത്രട്ടാതി ശനീശ്വരൻ, ആയില്യം കേട്ട രേവതി ബുധൻ. ഇതാണ് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ജനന സമയത്തെ ദശ അതായിരിക്കും. പിന്നെ അതിൽ കേതുവിന് 7 വർഷം, ശുക്രൻ 20 വർഷം, ആദിത്യൻ 6 വർഷം. ഏറ്റവും കുറഞ്ഞ ദശയുള്ളത് ആദിത്യനാണ്, ഏറ്റവും കൂടുതലുള്ളത് ശുക്രനാണ്. ചന്ദ്രൻ 10 വർഷം. അപ്പോൾ ഇത് കുജൻ അത് 7 വർഷം, രാഹു 18 വർഷം, വ്യാഴം 16 വർഷം, ശനി 19 വർഷം, ബുധൻ 17 വർഷമാണ്. ഇങ്ങനെയാണ് ദശാകാലം. അപ്പോൾ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് മാക്സിമം അത്ര വരെ എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രം 60 നാഴിക എന്നാണ് അനുമാനിക്കണം. 70 നാഴികയല്ല, അത് കൂടുകയോ കുറയുകയോ ചെയ്യും. അതാണ് പറയുന്നത്. ഒരു ടൈം എന്ന് പറയുന്നത് യൂണിവേഴ്സിനില്ല. അതാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ഉദയവും അസ്തമയവും ഒരു ദിവസം 24 മണിക്കൂറാണെന്ന് നമ്മുടെ ക്ലോക്ക് വൈസ് ഉണ്ടെങ്കിൽ തന്നെയും ഒരു ഉദയം ഇന്ന് 6 മണിക്കാണ് ഉദയമെങ്കിൽ നാളെയും 6 മണിക്കാണ് ഉദയം എന്ന് പറയാൻ പറ്റില്ല. അതിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെയാണ് ദശാകാലം വരുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ആ ജനന നക്ഷത്രം വെച്ചിട്ടുള്ള ദശ അതാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദശാസന്ധി ജാതക ചേർച്ചയിൽ ദശാസന്ധിയാണ്. ഈ ജാതക ചേർച്ചയിൽ ദശാസന്ധികൾ തമ്മിൽ 6 മാസത്തിനുള്ളിൽ വന്നാൽ ഇവർ തമ്മിൽ അകലാനോ എന്തെങ്കിലും ഏത് രീതിയിലും ജോലി സംബന്ധമാകാം, അല്ലെങ്കിൽ തമ്മിലുള്ള പൊരുത്ത കൂടുതൽ കൊണ്ട് അകന്ന് താമസിക്കാം, ഇല്ലെങ്കിൽ മറ്റ് അൺഫോർച്ചുനേറ്റ്ലി സംതിങ്സ് വിൽ ഹാപ്പൻ, അതിനും ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് ജാതകത്തിൻ്റെ ദശാസന്ധികൾ പറയണതിൻ്റെ കാര്യം അതാണ് കേട്ടോ. ജാതകമല്ല, പൊരുത്തത്തിൻ്റെ ദശാസന്ധി എന്ന് പറഞ്ഞാൽ പുരുഷന് ഒരു ദശ തീരുന്നത് സ്ത്രീക്കും ദശ തീരുന്നത് തീരുമ്പോൾ അപ്പം തന്നെ അടുത്തത് തുടങ്ങും. അപ്പോൾ അത് 6 മാസത്തിനുള്ളിലായാൽ അത് എടുക്കാറില്ല. അല്ലെങ്കിൽ അതെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ദശ എങ്ങനെയാണ്, ഏത് ദശയാണ്, അത് ഓരോരുത്തരുടെ ദശ എന്താണ്, അതിൽ ജാതകത്തിലുള്ള അതിൻ്റെ ബലം എന്താണ്, അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ജാതക ചേർച്ചയുടെ ദശാസന്ധി. സ്ത്രീ പുരുഷ ജാതകങ്ങൾ ചേർക്കുമ്പോഴുള്ള ദശാസന്ധി എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും ദശകൾ ഒരേ 6 മാസത്തിനുള്ളിലെ കാലയളവിൽ തീരുകയും പുതിയത് തുടങ്ങുകയും ചെയ്യുമ്പോഴുള്ള ഒരു സന്ധി വരും. അതുപോലെയാണ് ചിലർ അത് 1 ഇയർ വരെയും നോക്കുന്നുണ്ട് കേട്ടോ, ഓരോരുത്തരുടെ ഇത് വെച്ച്. പക്ഷേ 6 months കമ്പൽസറി നോക്കണം എന്നുള്ളതാണ്.
പക്ഷേ ജാതകത്തിലെ ജനന സമയ അടിസ്ഥാനമുള്ള ദശാസന്ധി ഒരു ദശ തീർന്നിട്ട് വേറൊരു ദശ തീരുമ്പോഴുള്ള ആ ഒരു ഘട്ടമാണ്. അത് ചിലർക്ക് ഞാൻ പറഞ്ഞല്ലേ, എൻ്റെ ഒരു ദശ തീരുന്ന സമയം 50 വയസ്സ്, ആ ഒരു ദശ തീരുന്ന സമയം ഘട്ടമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതേ ശരീരത്തിൽ നിന്ന് കുറേ അനുഭവങ്ങൾ മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിക്കും. കുറേ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാം സുഖകരമായിട്ട് നമ്മൾ കാണണം. കാര്യം നമ്മൾ വിതച്ച വിത്തിൻ്റെ വിളവാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ വിതച്ച വിത്ത് നല്ല വിത്താണെങ്കിൽ നല്ല വിളവ് കിട്ടും. അതാണ് ഇതിൽ കാര്യം. അപ്പോൾ ഒരിക്കലും ഒരാളുടെ ഒരു മരണം, ദേഹവിയോഗം പോയ കണ്ടില്ലേ, ആ ആള് പോയ ഇപ്പൊ ഇന്ന് രാവിലെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി, അത് എൻ്റെ ഗ്രൂപ്പിലുള്ളതാണ്, അവരുടെ കൂട്ടത്തിൽ പഠിക്കുന്ന പയ്യൻ്റെ കൂട്ടുകാരൻ്റെ ദേഹവിയോഗം നടന്നു. അപ്പോൾ അത് പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു, ആ ദേഹവിയോഗം നടന്നു. പക്ഷേ ഇതിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ശരീരത്തിലേക്ക് വരുന്നത് റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടാണ്. ഇപ്പം ചില വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ, വിസിറ്റിംഗ് വിസയിൽ പോകുമ്പോഴത്തേക്കും അവർ റിട്ടേൺ ടിക്കറ്റ് എടുക്കണമെന്ന് നിർബന്ധമാണ്, അല്ലേ? റിട്ടേൺ ടിക്കറ്റ് എടുക്കുക, അല്ലെ അതിൻ്റെ പൈസ കൊടുക്കണമെന്ന് നിർബന്ധം. അപ്പം റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇത് വരുന്നത്. വേണമെങ്കിൽ നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാം, അതിന് വഴികളുണ്ട്. താന്ത്രികമായിട്ടല്ല, അല്ലെ മാന്ത്രികമായിട്ട്. അത് ഓരോ ആചാര്യന്മാർ ചെയ്യുന്നുണ്ടോ എന്താണെന്ന് അറിയില്ല. കാര്യം അതല്പം കോംപ്ലിക്കേഷനാണ്. അത് ചെയ്യുന്നവർക്കും കുറേ കാർമിക പിടിക്കും, അത് മനസ്സിലായി. അപ്പോൾ അങ്ങനത്തെ താന്ത്രിക എന്തോ വിധികളുണ്ട്, അതെനിക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, റിട്ടേൺ ടിക്കറ്റ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സംബന്ധിച്ചിടത്തോളം ഈ ജന്മത്തിലെ കാർമിക ഈ ശരീരം വെച്ച് ചെയ്യേണ്ട ക്രയവിക്രയം അവസാനിച്ചു, അത് കിറ്റ് ചെയ്യുന്നു, മനസ്സിലായി. അത് സ്വന്തക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുഃഖകരമാണ്, അത് സംശയമില്ലാത്ത കാര്യം. പക്ഷേ ആ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ജന്മത്തിലെ കാർമികം ഇതായിട്ട് സ്വതന്ത്രമായി. അതാണ് അതിൻ്റെ വ്യത്യാസം. നമ്മൾ എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പം ഇന്നത്തെ എൻ്റെ ഉപാസനകളൊക്കെ കഴിഞ്ഞു. വെള്ളിയാഴ്ച ഉപാസനകൾ. അപ്പം ഈ ഇന്നത്തെ ഉപാസനയുടെ ആ പുണ്യം എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും, കുടുംബാംഗങ്ങൾക്കും, നിങ്ങളെന്ന് പറയുന്നില്ല, നമ്മളാണിപ്പോൾ. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും ദീർഘായുസ്, പൂർണ്ണ ആരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവ മനോകാമനാഭിഷ്ടങ്ങളും നടക്കാനും, കുടുംബത്തിൽ സന്തോഷം, സമാധാനം, സമൃദ്ധി ഉണ്ടാകുവാനും, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല മാർക്കോടെ ഉന്നത വിജയം നേടി അവരാഗ്രഹിക്കുന്ന സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ അവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തിട്ട് ഓരോരുത്തരുടെ കുലാചാരം, മതാചാരം അനുസരിച്ചുള്ള ഉത്തമമായ ജീവിത പങ്കാളികൾ അവർക്ക് ലഭിക്കാനും, പിന്നെ ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസ്സിലോ അവരുടെ ഉദ്യോഗത്തിലോ യഥാസമയം വരുമാന വർധനവ് ലഭിക്കാനും, അതുപോലെ ഓരോരുത്തരുടെ വീടുകളിലാകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, വ്യാപാര സ്ഥലത്താകട്ടെ, കുട്ടികൾ പഠിക്കുന്നിടത്താകട്ടെ, കുട്ടികൾ പഠനാവശ്യത്തിനിരിക്കുന്ന ഹോസ്റ്റൽ, പേയിങ് ഗസ്റ്റ് സംവിധാനങ്ങളിലാകട്ടെ, അതുപോലെ കുട്ടികൾ പഠനാവശ്യത്തിന് ചെയ്യുന്ന യാത്രകൾ, ഓരോ വ്യക്തിപരമായോ കുടുംബപരമായോ ഒഫീഷ്യലായിട്ടോ അവർ ചെയ്യുന്ന ജോലിയോ വ്യാപാര സംബന്ധമായിട്ടോ ചെയ്യുന്ന യാത്രകളിൽ, അത് യാത്രയാകട്ടെ, തീർത്ഥയാത്രയാകട്ടെ, ഇതിലൊക്കെ പ്രൊട്ടക്ഷൻ ലഭിക്കാനും, എല്ലാവരുടെയും കുലദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, ഗുരുപരമ്പരകൾ, ആചാര്യപരമ്പരകൾ, അതുപോലെ എല്ലാവരുടെയും പിതൃക്കന്മാരുടെ അനുഗ്രഹത്താൽ എല്ലാവരുടെയും ജീവിതം സുഖവും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതാകട്ടെ. പോസിറ്റീവ് ദൈവീകമായ ചിന്തകളും ദൈവീകമായ പ്രവർത്തികളും, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും ദൈവീകമായ പ്രവർത്തികൾ, പോസിറ്റീവായ പ്രവർത്തികൾ ചെയ്ത് അത് 100 മേനിയോടെ തിരിച്ചു കിട്ടുവാനായിട്ട് എൻ്റെ ഗുരുപരമ്പരകളോട്, ഉപാസനാമൂർത്തികളോട് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ.